അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. ഇഫ്താറിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മലബാർ സ്നാക്കായിട്ടുള്ള കിളിക്കൂട് ഉണ്ടാക്കിയെടുക്കാം. രണ്ട് തരത്തിൽ രണ്ട് ഷേപ്പിലായിട്ടാണ് ഞാൻ കിളിക്കൂട് ഉണ്ടാക്കുന്നത്. തണുപ്പ് പിടിച്ചിട്ട് എനിക്ക് സൗണ്ട് അങ്ങോട്ട് വരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 സവാള ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 3-4 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി വഴറ്റിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. വഴറ്റിയെടുത്തിട്ടുള്ള സവാള കുറച്ചൊന്ന് നീക്കി കൊടുത്തിട്ട് നമുക്ക് നടുഭാഗത്തായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ഞാനിതിൽ ചെമ്മീൻ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ചെമ്മീൻ ഒന്ന് വേവുന്നവരക്കും നമുക്ക് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് പൊട്ടറ്റോ മാഷ് ചെയ്തത് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പുഴുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫില്ലിങ് നല്ല റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണാൻ നന്നായിട്ടില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചെമ്മീനും കൂടി ആഡ് ചെയ്തുകൊണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങാം. പൊട്ടറ്റോ പ്രോൺസ് മസാല നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഓയിൽ കയ്യിലേക്ക് തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഫില്ലിങ് കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് നമുക്കൊരു ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മുട്ട ബോൾ ചെയ്തിട്ട് വട്ടത്തിൽ കട്ട് പീസാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശേഷം മുട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ മുട്ട കവറാകുന്ന രീതിയിൽ ഈ ഫില്ലിങ് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കാം. രണ്ട് കൈയും വെച്ച് നന്നായിട്ട് ഇത് ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിനി റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ബോളിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നെടുത്തതിന് ശേഷം ഈ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കുറച്ച് സേമിയ ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സേമിയയിലേക്കും കൂടി ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് കൈവച്ച് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ആക്കിയിട്ട് നമുക്കെല്ലാം ചെയ്തെടുക്കാം. നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും, നേരം പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
കിളിക്കൂട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സെയിം ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് മറ്റൊരു കിളിക്കൂടും കൂടി ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ചെയ്തതുപോലത്തെ കുറച്ചും കൂടി ഫില്ലിങ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കിളിക്കൂടി കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. 2 മുട്ട പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. വലിയ ചെമ്മീൻ ഇതുപോലെ വാല് കട്ടാക്കാതെയാണ് എടുത്തിട്ടുള്ളത്. ഈ ചെമ്മീൻ്റെ വാലിൻ്റെ ഭാഗം ഇതുപോലെ തോണ്ടോടും കൂടിയിട്ട് ഈ വാല് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ട് കയ്യിൽ സ്പ്രെഡ് ചെയ്യാം. ശേഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കയ്യിലേക്ക് വെച്ചിട്ട് നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. നേരത്തെ ഉണ്ടാക്കിയ സെയിം ഫില്ലിങ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ്. നേരത്തെ ചെയ്തതുപോലെ ആദ്യം ബോളാക്കിയതിന് ശേഷം പരത്തിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചെമ്മീനാണ് വെക്കുന്നത് കേട്ടോ. ഇതേപോലെ നീളത്തിൽ വെച്ചുകൊടുക്കാം. ഈ വാല് പുറത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. ശേഷം ഈ ഫില്ലിങ്ങിനെ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ചെമ്മീന് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ മസാല വെച്ച് കൊടുക്കാം. ശേഷം ഇത് 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. ഈ കിളിക്കൂടി ഇതേപോലത്തെ ഷേപ്പാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. ഇതിപ്പോൾ നെസ്റ്റ് പോലെ തന്നെ ഇല്ല കാണുമ്പോൾ. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ വാല് കണ്ട, ഈ വാല് ഇതുപോലെ കട്ട് ചെയ്യാതെ ഇതുപോലെ നമുക്ക് പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ പച്ച ചെമ്മീൻ വെക്കുന്നതിന് പകരം ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ചെമ്മീൻ 2 കട്ടാക്കിയിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ വാലൊക്കെ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് നീളത്തിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നത് ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചെമ്മീൻ നല്ലോണം വെന്തിട്ട് തന്നെ നമുക്കിത് കഴിക്കാം. ചില സമയത്ത് ഇത് സ്പീഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചെമ്മീൻ വേവാതെ പോകും. അതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. രണ്ടാമത് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് ഇതേ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് വെച്ചെടുക്കാം. ബ്രെഡ് ക്രംസിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പാക്കി എടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് ഞാൻ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 എണ്ണം വെച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് പൊട്ടിപ്പോവാതെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ്റെ ഫില്ലിങ് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ്. കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇഫ്താറിന് നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലത്തെ നല്ല എരിവുള്ള നല്ല ചൂടുള്ള സ്നാക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? ഞാനുണ്ടാക്കിയതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ സ്നാക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.